രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ബലാത്സംഗ കേസിൽ പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. മുൻകൂർ ജാമ്യഹർജിയിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്റെ വാദം കേൾക്കണമെന്നാണ് ആവശ്യം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ കേസിലെ മുൻകൂർ ജാമ്യഹർജി നാളെയാണ് പരിഗണിക്കുക. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. വിഷ്ണു, പറയൂ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മുൻകൂർ ജാമ്യാപേക്ഷ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനിരിക്കുന്നത് ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയാണിത്. നേരത്തെ രാഹുലിന് ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. അതിൽ വിശദമായ വാദം കേൾക്കണം എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അതനുസരിച്ച് നാളെ ഹൈക്കോടതിക്ക് മുമ്പാകെ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വരുന്നതിന് തൊട്ട് മുൻപാണ് പരാതിക്കാരി ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. തന്നെ കൂടി കക്ഷി ചേർക്കണം കേസിൽ, തന്റെ ഭാഗം കൂടി കേൾക്കേണ്ടതുണ്ട്. സമാനതകളില്ലാത്ത സൈബർ അധിക്ഷേപം താൻ നേരിടുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ ഈ പെറ്റീഷനിൽ വ്യക്തമാക്കിയത്. സ്വാഭാവികമായും സാധാരണഗതിയിൽ ബലാത്സംഗ കേസിൽ ഇരയെ കൂടി കേൾക്കാറുണ്ട്. അവരെ കക്ഷി ചേർക്കും, അവർക്ക് പറയാനുള്ളത് കേൾക്കും. അതിനുശേഷമായിരിക്കും രാഹുലിന്റെ ജാമ്യ ഹർജിയിൽ ഒരു തീരുമാനത്തിലേക്ക് പോകുക. രാഹുലിനെ സംബന്ധിച്ച നിർണായകമാണ് നാളെ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. രാഹുലിന് വേണ്ടി അഭിഭാഷകനായ എസ് രാജീവാണ് ഹാജരാകുക. രാഹുലിന്റെ അറസ്റ്റിനുള്ള വിലക്ക് 2 തവണയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നീട്ടുകയും ചെയ്തത്. ദിലീപ്, രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ബലാത്സംഗ കേസിൽ പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.